ആധുനിക ഒളിമ്പിക്സിന് തുടക്കമിട്ടത് നാസികളാണ്. അല്ലെങ്കിൽ നാസികൾക്ക് ലോകത്ത് ഇത്രമാത്രം ആരാധകരെ നേടിക്കൊടുത്തത് ഒരു ഒളിമ്പിക്സ് ആണ്. അതാണ് 1936 ബെർലിൻ ഒളിമ്പിക്സ്. പക്ഷേ നാസി ജർമ്മനിയും അഡോൾഫ് ഹിറ്റ്ലറും ആരാണെന്ന് അതിന്റെ മുഴുവൻ ഗാംഭീര്യത്തോടെ ലോകത്തിന് കാണിച്ചു കൊടുത്തപ്പോഴും അവർക്ക് തല കുനിച്ച് നിൽക്കേണ്ടി വന്ന ഒരു വേദി കൂടെയായിരുന്നു അത്. സത്യത്തിൽ ഹിറ്റ്ലർക്ക് ഒളിമ്പിക്സിനോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ജർമ്മൻ പ്രോപ്പഗണ്ട മിനിസ്റ്ററായ ജോസഫ് ഗീബൽസ് ആണ് ഇങ്ങനെ ഒരു പരിപാടി ജർമ്മനിയിൽ വെച്ച് നടത്താൻ ഹിറ്റ്ലറെ നിർബന്ധിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഗതികേടിലായിരുന്ന ജർമ്മനി എങ്ങനെയാണ് ഹിറ്റ്ലറുടെ കൈകളാൽ ഒരു മഹാശക്തിയായി മാറിയത് എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ ഇതിലും നല്ല വേദി വേറെയില്ലെന്ന് ഗീബൽസിന് അറിയാമായിരുന്നു. അതിലവർ വിജയിച്ചുവെങ്കിലും മറ്റൊരു രീതിയിൽ ആ ഒളിമ്പിക്സ് അവർക്ക് വലിയൊരു നാണക്കേടായിരുന്നു. അവർക്ക് മാത്രമല്ല, നാസി ജർമ്മനി നടത്തുന്ന ഒളിമ്പിക്സിനെ ആദ്യം എതിർത്തിട്ട് പിന്നീട് മത്സരിക്കാൻ ഒരുങ്ങി വന്ന അമേരിക്കയുടെ യഥാർത്ഥ മുഖവും അന്ന് ലോകം കണ്ടിരുന്നു. അപ്രകാരം ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും വേദിയാകേണ്ട ഒളിമ്പിക്സ് വംശീയതയുടെയും വിദ്വേഷത്തിന്റെയും ചതിയുടെയും വേദിയായി മാറുന്നതാണ് ലോകം കണ്ടത്. ആ കഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1931 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അടുത്ത ഒളിമ്പിക്സിനുള്ള വേദിയായി ബെർലിൻ തിരഞ്ഞെടുക്കുന്നത്. അതിന് ഒരു കാരണവും ഉണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തകർന്നടിഞ്ഞ ജർമ്മനിക്ക് ഒരു കൈത്താങ് എന്ന നിലയിലാണ് അവർ അന്ന് ആ തീരുമാനമെടുത്തത്. ഒളിമ്പിക്സ് വരുന്നതോടെ ജർമ്മൻ വിപണിക്ക് പുതിയ ഉത്തേജനം ലഭിക്കുമെന്നും യൂറോപ്പുമായുള്ള ബന്ധത്തിൽ സൗഹൃദപരമായ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്നും അവർ പ്രത്യാശിച്ചു. പക്ഷേ നടന്നത് മറ്റൊന്നാണ്. 36 ഒളിമ്പിക്സ് ജർമ്മനിയിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുമ്പോൾ ആ രാജ്യം വൈമർ റിപ്പബ്ലിക് അല്ലെങ്കിൽ ജർമ്മൻ റിപ്പബ്ലിക് എന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമായിരുന്നു. 31 ഈ തീരുമാനമെടുത്ത് കൃത്യം 2 വർഷങ്ങൾക്ക് ശേഷം ഹിറ്റ്ലർ ജർമ്മനിയുടെ ചാൻസലറായി മാറി. അധികം വൈകാതെ ബാക്കി എല്ലാ പാർട്ടികളെയും ട്രേഡ് യൂണിയനുകളെയും അവർ നിരോധിച്ചു. ജൂതന്മാരെയും ജിപ്സികളെയും എതിർക്കുന്ന എല്ലാവരെയും ശത്രുക്കളും രണ്ടാം തരം പൗരന്മാരുമായും പ്രഖ്യാപിച്ചു. 33 മുതൽ എല്ലാ കായിക വേദികളും ക്ലബ്ബുകളും ആര്യൻ ഒള്ളി പോളിസി കർശനമായി പാലിക്കാൻ തുടങ്ങി. അതോടെ ജൂതരായ ഫേമസ് കായിക താരങ്ങൾക്ക് പോലും ക്ലബ്ബുകളിലെ മെമ്പർഷിപ്പുകളും ലഭിച്ചിരുന്ന സഹായങ്ങളും നഷ്ടമായി. ജർമ്മൻ ബോക്സിംഗ് ചാമ്പ്യനായ എറിക് സീലിക്, ജർമ്മനിയുടെ 1-ാം നമ്പർ ടെന്നീസ് താരം ഡാനിയൽ പ്രൻ, നിരവധി അന്താരാഷ്ട്ര വേദികളിൽ ജർമ്മനിക്ക് വേണ്ടി ഇറങ്ങിയ ഹൈജമ്പ് താരം ഗ്രെറ്റൽ ബെർഗ്മൻ, ജിപ്സി വംശജനായ ബോക്സിംഗ് താരം ജൊഹാൻ ട്രോൾമൻ എന്നിവരാണ് അവസരം നഷ്ടപ്പെട്ടവരിൽ പ്രമുഖർ. സുപ്പീരിയർ റേസായ ആര്യന്മാർക്ക് തന്നെയാണ് മറ്റുള്ളവരെക്കാൾ ആരോഗ്യവും കഴിവും കൂടുതൽ എന്ന വാദത്തിന് ബലം നൽകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1935 ഹിറ്റ്ലർ ജർമ്മനിയുടെ പരമാധികാരിയായി സ്ഥാനമേറ്റ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അവയാണ് ന്യൂറംബർഗ് നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതോടെ നാസികളല്ലാത്തവർക്കെല്ലാം പൗരത്വം നഷ്ടമായി. ജർമ്മൻ പൗരത്വമില്ലാത്ത ഒരാൾക്ക് ജർമ്മനിക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മത്സരിക്കാനാകില്ല. ഇത് മനസ്സിലാക്കിയ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ജർമ്മനിയിൽ വെച്ച് ഒളിമ്പിക്സ് നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വീണ്ടും ഒരു ആലോചനയ്ക്കൊരുങ്ങി. ജൂതന്മാരോടും കറുത്ത വർഗ്ഗക്കാരോടും വിവേചനം കാണിക്കുമെന്ന് ഉറപ്പുള്ള കൊണ്ട് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, സ്വീഡൻ, ചെക്കോസ്ലോവാക്യ, കാനഡ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ ഒളിമ്പിക്സിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല അവരിൽ പലരും ആ വർഷം തന്നെ സ്പെയിനിൽ വെച്ച് ഒരു ജനകീയ ഒളിമ്പ്യാഡ് നടത്താനും ഒരുങ്ങി. പക്ഷേ അത് തുടങ്ങുന്നതിനും തൊട്ട് മുൻപ് തന്നെ സ്പാനിഷ് ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതുകൊണ്ട് ജനകീയ ഒളിമ്പ്യാഡ് നടത്താനായില്ല. നാസി ഒളിമ്പിക്സിന് പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രമായിരുന്നു ജർമ്മനിയിൽ നിന്നുള്ള അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗം തിയഡോർ ലെവാൾഡ്. അന്താരാഷ്ട്ര തലത്തിൽ നല്ല പിടിപാടുള്ള ലെവാൾഡും സഹപ്രവർത്തകനായ കാൾ ഡീമും കൂടെ ധാരാളം ചരടുവലികൾ നടത്തിയാണ് ഒളിമ്പിക്സിനെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതേ ലെവാൾഡ് തന്നെയാണ് ഗീബൽസിന് ഒളിമ്പിക്സ് എങ്ങനെ പ്രോപ്പഗണ്ട പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്നതും. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജൂതരായ അത്ലീറ്റുകൾക്ക് ജർമ്മൻ ഒളിമ്പിക്സിൽ
പങ്കെടുക്കാമെന്ന് എഴുതിക്കൊടുത്ത ലെവോൾഡിനെ അധികം വൈകാതെ നാസികൾ ആ സ്ഥാനത്ത് നിന്ന് നീക്കി. അദ്ദേഹത്തിന്റെ അമ്മയുടേത് ഒരു ജൂത കുടുംബമാണ് എന്ന കാരണം പറഞ്ഞായിരുന്നു അത്. ലെവോൾഡിന്റെ പകരക്കാരനായി വന്നത് ജർമ്മൻ സ്പോർട്സ് കൗൺസിലിന്റെ തലവനായ ഹാൻസ് വോൺ ഷിമ്മർ ആൻഡ് ഡോസ്റ്റൺ ആണ്. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ജർമ്മൻ യുവത്വത്തെ ഉത്തേജിപ്പിക്കുമെന്നും സ്പോർട്സിലൂടെ ജർമ്മൻ ജനതയെ ഒന്നിപ്പിക്കാമെന്നും അതിന്റെ ഒപ്പം ആരോഗ്യമില്ലാത്തവരെയും ജൂതന്മാരെയും എല്ലാം ഒറ്റപ്പെടുത്താമെന്നും വോൺ ഷിമ്മർ ആൻഡ് ഡോസ്റ്റന് ഉറപ്പായിരുന്നു. അങ്ങനെയാണ് ഒളിമ്പിക്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തകൃതിയായി നടത്താൻ അദ്ദേഹത്തിന്റെ ഓഫീസ് ഇറങ്ങി പുറപ്പെട്ടത്. എന്നാൽ ഈ സമയം അമേരിക്കയിൽ മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അമേരിക്ക ഒളിമ്പിക്സിൽ പങ്കെടുക്കേണ്ട എന്നത് തന്നെയായിരുന്നു ആദ്യം ഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം. 1933 അമേരിക്കയിൽ നിന്നുള്ള 24 ഒളിമ്പിക് ചാമ്പ്യന്മാർ ചേർന്ന് ഒളിമ്പിക്സ് ജർമ്മനിയിൽ നിന്ന് മാറ്റാനുള്ള പെറ്റീഷൻ വരെ സമർപ്പിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ആ നിലപാടിൽ നിന്ന് പലരും പിന്മാറാൻ തുടങ്ങി. അന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഭൂരിഭാഗവും അമേരിക്കയിൽ നിന്നാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അതിന്റെ മുഴുവൻ ശക്തിയും എടുത്ത് അമേരിക്കൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. ഒടുക്കം അമേരിക്കൻ ഒളിമ്പിക് കമ്മിറ്റി തലവനായ ഐവറി ബ്രാൻഡേജിന്റെ മനസ്സ് മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. സത്യത്തിൽ നാസിസം എന്ന ആശയത്തോട് ചെറിയൊരു മമതയുണ്ടായിരുന്ന ആളാണ് ബ്രാൻഡേജ്. ഹിറ്റ്ലറെ പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളോടും സോഷ്യലിസ്റ്റുകളോടും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. എന്നാൽ പബ്ലിക്കായി ജൂതരോട് വെറുപ്പോ മമതയോ കാണിച്ചിരുന്നില്ല. വൈകാതെ അമേരിക്കയിലെ ജൂത സംഘടനകളും കറുത്ത വർഗ്ഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അമേരിക്കൻ ഒളിമ്പിക് കമ്മിറ്റിയും അമേച്ചർ അത്ലറ്റിക് യൂണിയനും ചേർന്ന് കാര്യങ്ങൾ വിശദമായി പഠിക്കാൻ ബ്രാൻഡേജിനെ ജർമ്മനിയിലേക്ക് അയച്ചു. 34 ജർമ്മനിയിലെത്തിയ ബ്രാൻഡേജ് അവിടെ നാസികൾ കാട്ടുന്ന ക്രൂരത പകൽ വെളിച്ചത്തിൽ കണ്ടെങ്കിലും അതൊന്നും അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. പകരം ജൂതന്മാരെ പങ്കെടുപ്പിക്കും എന്ന തിയോഡോർ ലെവോൾഡിന്റെ ഉറപ്പുമെഴുതി വാങ്ങിയാണ് അദ്ദേഹം തിരികെ എത്തിയത്. എന്നിട്ടും അമേരിക്കയിലെ കോലാഹലങ്ങൾ കെട്ടടങ്ങിയില്ല. 35 ആയപ്പോഴേക്കും ജർമ്മനിയിൽ നിന്നുള്ള ഹിറ്റ്ലറുടെ ക്രൂരതകൾ ദിനം പ്രതി കേൾക്കാൻ തുടങ്ങി. അതനുസരിച്ച് ആളുകളുടെ മനസ്സ് മാറാനും ഒടുക്കം ഒളിമ്പിക് കമ്മിറ്റിയും അത്ലറ്റിക് യൂണിയനും വോട്ടെടുപ്പ് നടത്തി നിസ്സാര ഭൂരിപക്ഷത്തിലാണ് ജർമ്മനിയിലേക്ക് ടീമിനെ അയക്കാൻ തീരുമാനിക്കുന്നത്. ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്തെന്നാൽ കറുത്ത വർഗ്ഗക്കാരുടെ സംഘടനകളെല്ലാം ജർമ്മനിയിലേക്ക് അവരുടെ ആളുകളെ അയക്കുന്നതിന് എതിരായിരുന്നെങ്കിലും പല ആഫ്രിക്കൻ അമേരിക്കൻ അത്ലറ്റുകൾക്കും ഒളിമ്പിക്സിന് പോകണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. കാരണം അമേരിക്കയിലെ ജൂതന്മാരെ പോലെ ആയിരുന്നില്ല അവരുടെ ജീവിതം. തൊലിയുടെ നിറം കാരണം ചെറിയ പ്രായം മുതൽക്കേ വിവേചനങ്ങൾ കണ്ടും അനുഭവിച്ചും വളർന്ന അവർക്ക് ജർമ്മനിയെ കുറിച്ചോർത്ത് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവഗണനയിലും കഷ്ടപ്പാടിലും ജീവിക്കുന്ന അവർക്ക് ജീവിതത്തിൽ ആകെ കിട്ടുന്ന അവസരങ്ങളിൽ ഒന്നായിരുന്നു അത്. ഒരു തവണ നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും അതുപോലെയൊന്ന് കിട്ടിയെന്നും വരില്ല. അങ്ങനെ അമേരിക്കൻ ടീം ഒളിമ്പിക്സിനായി പുറപ്പെട്ടു. 1896 ഗ്രീസിലെ ഏതൻസിൽ വെച്ചാണ് ആധുനിക ഒളിമ്പിക്സിന്റെ തുടക്കമെങ്കിലും ശരിക്കുള്ള ആധുനിക ഒളിമ്പിക്സിന്റെ തുടക്കം ജർമ്മനിയിൽ നിന്ന് തന്നെയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഗംഭീര ഓപ്പണിംഗ് സെറിമണികളും വിവിധ രാജ്യങ്ങളിലൂടെയുള്ള ഒളിമ്പിക് ജ്വാലയുടെ സഞ്ചാരവുമെല്ലാം ആ ഒളിമ്പിക്സോടെയാണ് തുടങ്ങുന്നത്. മാത്രമല്ല ഒളിമ്പിക്സിന് വേണ്ടി ഒരു നഗരവും രാജ്യവും തന്നെ ഒരുങ്ങി നിൽക്കുന്നതും ലോകം കണ്ട അമ്പരന്ന ഒളിമ്പിക് വില്ലേജും ചരിത്രത്തിൽ ആദ്യമായി നടത്തിയ ലൈവ് ടെലികാസ്റ്റുമെല്ലാം പിന്നീടുള്ള ഒളിമ്പിക്സുകൾക്ക് മാതൃകയായി മാറി. 330 ഏക്കറിൽ 100,000-ലധികം പേർക്കിരിക്കാവുന്ന പടുകൂറ്റൻ സ്റ്റേഡിയവും പാർക്കും ആംഫി തിയേറ്ററും അടക്കം ഒരു ഗംഭീര സ്പോർട്സ് സെന്ററാണ് നാസി ജർമ്മനി ഒളിമ്പിക്സിനായി ഒരുക്കിയത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാകട്ടെ റെക്കോർഡ് വേഗത്തിലാണ് പൂർത്തിയായതും. അത്ലറ്റുകൾക്ക് പുറമെ 59 രാജ്യങ്ങളിൽ നിന്നായി 1800ഓളം മാധ്യമ പ്രവർത്തകരാണ് അന്ന് എത്തിച്ചേർന്നത്. അവർക്കെല്ലാം ഇഷ്ടം പോലെ റിപ്പോർട്ട് ചെയ്യാനും ചിത്രങ്ങൾ എടുക്കാനുമുള്ള സൗകര്യങ്ങളും യാതൊരു നിയന്ത്രണവുമില്ലാതെ ഒരുക്കിയിരുന്നു. ഫാക്സിന്റെ ആദ്യകാല രൂപമായ ടെലക്സും ലൈവ് ടിവിയും റേഡിയോയും വഴി തത്സമയം അപ്ഡേറ്റുകൾ കൊടുത്തിരുന്ന ആദ്യത്തെ ഒളിമ്പിക്സ് ആയിരുന്നു അത്. മാത്രമല്ല ഓരോ ദിവസവും ഷൂട്ട് ചെയ്യുന്ന ഫൂട്ടേജുകൾ ന്യൂസ് റീലുകളാക്കി അത് എല്ലാ തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചും ഹിൻഡൻബർഗ് എന്ന എയർഷിപ്പ് വഴി ദിവസവും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചും അവർ ഒളിമ്പിക്സിനെ ഭൂഖണ്ഡത്തിന്റെ മൊത്തം ഇവന്റാക്കി മാറ്റിയിരുന്നു. ഒളിമ്പിക്സ് പ്രമാണിച്ച് ബെർലിൻ നഗരത്തിന്റെ രൂപം തന്നെ അവർ മറ്റൊന്നാക്കി മാറ്റി. കെട്ടിടങ്ങൾക്കെല്ലാം വെളുത്ത നിറവും തോരണങ്ങളും നൽകി ഭംഗി കൂട്ടി. കടകളിലെല്ലാം ഇഷ്ടം പോലെ സാധനങ്ങൾ കൊണ്ട് നിറച്ച് അവയെല്ലാം ഒളിമ്പിക്സിനെത്തിയവർക്ക് തുച്ഛമായ വിലയിലാണ് വിറ്റുകൊണ്ടിരുന്നത്.
എല്ലാറ്റിനും അവിടെ വിലക്കുറവാണെന്നും ജർമ്മൻ വിപണി വളരെയധികം സ്ട്രോങ് ആണെന്നും കാണിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഒളിമ്പിക്സിനെത്തുന്ന എല്ലാവരെയും നാസി ജർമ്മനിയുടെ അംബാസിഡറാക്കി മാറ്റണമെന്ന് ഗീബൽസിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ മില്യൺ കണക്കിന് പണം ചിലവാക്കി ഇതൊക്കെ ഒരുക്കി വെച്ചത്. അത് ഫലപ്രദമായി നടപ്പാവുകയും ചെയ്തു. ഒളിമ്പിക്സ് കഴിഞ്ഞ് തിരിച്ചെത്തിയവർക്കെല്ലാം അവിടെ കണ്ട ടെക്നോളജിയെക്കുറിച്ചും ഒളിമ്പിക് വില്ലേജിലെ ലക്ഷറികളെ കുറിച്ചും മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. അതുവഴി നാസി ജർമ്മനി ഒരു സാധാരണ രാജ്യമല്ലെന്നും ആളുകൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അതിന്റെ വളർച്ചയെന്നും ലോകത്തെ മുഴുവനും അറിയിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഒളിമ്പിക്സ് നടക്കുന്ന സമയങ്ങളിൽ ജർമ്മൻ പത്രങ്ങളിലൊന്നും മത്സരിക്കാൻ വന്ന ജൂതർക്കെതിരെയോ കറുത്ത വർഗ്ഗക്കാർക്കെതിരെയോ മോശമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആഫ്രിക്കൻ അമേരിക്കൻ താരമായ ജെസ്സി ഓവൻസിന്റെ വിജയം ജർമ്മൻ ജനത വമ്പിച്ച കരഘോഷത്തോടെ അന്ന് ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം നാസി പ്രോപ്പഗണ്ടയുടെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. ലോകത്തിന് മുന്നിൽ ജർമ്മനിയെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നാടായി വരച്ചു കാട്ടാനുള്ള പദ്ധതിയുടെ ഭാഗം. ഒളിമ്പിക്സിന് മുന്നോടിയായി ജൂതർക്കെതിരെയും മറ്റു വംശജരെ വിമർശിച്ചു ുമുള്ള പരസ്യങ്ങളും എഴുത്തുകളുമെല്ലാം പൊതു ഇടങ്ങളിൽ നിന്ന് മാറ്റിയത് ഈ ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. ശരിക്കും ഇതിനെല്ലാം കാരണം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തലവനായിരുന്ന ഹെൻറി ഡി ബെയ്ലെ ലെറ്റോർ ആയിരുന്നു. ബെൽജിയൻകാരനായ ബെയ്ലെ ലെറ്റോർ ഒളിമ്പിക്സിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നത് വളരെയധികം എതിർത്തിരുന്ന ഒരാളാണ്. അക്കാലത്ത് ജൂത സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളും വിവേചനങ്ങളുമെല്ലാം അറിഞ്ഞിട്ടും അതിനോട് പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ തയ്യാറായിട്ടുമില്ല. എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഒളിമ്പിക്സിൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഹിറ്റ്ലർക്ക് മുന്നിൽ ഏറെ പ്രധാനപ്പെട്ട 3 നിബന്ധനകൾ വെച്ചത്. 1. ഒളിമ്പിക്സ് ഒരു രാഷ്ട്രീയ വേദിയാക്കി മാറ്റാൻ പാടില്ല. 2. ജർമ്മനിക്കകത്തു നിന്നും പുറത്തു നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ എത്തുന്ന ജൂത വംശജരോട് യാതൊരു വിവേചനവും കാണിക്കരുത്. 3. വിജയിക്കുന്ന അത്ലീറ്റുകളെ നിറവും വംശവും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ ഹിറ്റ്ലർ അഭിനന്ദിക്കണം. ഇതെല്ലാം ഹിറ്റ്ലർ സമ്മതിച്ചെങ്കിലും ഒളിമ്പിക്സ് തുടങ്ങിയപ്പോൾ അതൊന്നും നടപ്പായില്ല. ഒളിമ്പിക് സ്റ്റേഡിയവും ബെർലിൻ നഗരത്തിന്റെ മുക്കും മൂലകളും വരെ നാസി ചിഹ്നങ്ങളും കൊടികളും കൊണ്ട് നിറഞ്ഞു കവിഞ്ഞാണ് കിടന്നത്. എന്തിനു പറയുന്നു, ഒളിമ്പിക്സിന്റെ ഓപ്പണിംഗ് സെറിമണി ഉദ്ഘാടനം ചെയ്ത് ഹിറ്റ്ലർ പറഞ്ഞ വാചകം പോലും ബെയ്ലെ ലെറ്റോർ എഴുതി കൊടുത്തതാണ്. കാരണം ഹിറ്റ്ലർ അതൊരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുമെന്ന് അദ്ദേഹത്തിന് അത്ര ഉറപ്പായിരുന്നു. എന്നാൽ വലിയ വിഘ്നങ്ങൾ ഒന്നുമില്ലാതെ ഒളിമ്പിക്സ് തുടങ്ങി. എന്നാൽ ആദ്യ ദിവസം തന്നെ ഹിറ്റ്ലർ മറ്റൊരു പ്രധാനപ്പെട്ട വാക്ക് കൂടെ തെറ്റിച്ചു. ഒളിമ്പിക്സിന്റെ ആദ്യ ദിവസം സ്വർണം നേടിയ ജർമ്മൻ താരങ്ങളെ ഹിറ്റ്ലർ നേരിട്ട് കണ്ട് ഷെയ്ക്ക് ഹാൻഡ് നൽകി അഭിനന്ദിച്ചിരുന്നു. അന്ന് തന്നെ വിജയിച്ച ചില ഫിന്നിഷ് താരങ്ങളെയും ഹിറ്റ്ലർ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ വൈകിട്ട് ആഫ്രിക്കൻ അമേരിക്കൻ താരമായ കോർണേലിയസ് ജോൺസൺ ഹൈജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ ഹിറ്റ്ലർ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. മുൻകൂട്ടി തീരുമാനിച്ച ചില പരിപാടികൾ കാരണമാണ് പോയത് എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് അന്ന് പറഞ്ഞത്. പക്ഷേ അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും വ്യക്തമായിരുന്നു. വെളുത്ത തൊലിയും നീല കണ്ണുകളുമുള്ള നാസികളോട് മത്സരിച്ച് ഒരു കറുത്ത വർഗ്ഗക്കാരൻ ജയിച്ചത് അംഗീകരിക്കാനുള്ള മടി. അതോടുകൂടെ ബെയ്ലെ ലെറ്റോർ ഹിറ്റ്ലർക്ക് മുന്നിൽ തന്റെ നിലപാട് കടുപ്പിച്ചു. ഒന്നുകിൽ വർഗവും വംശവും നോക്കാതെ എല്ലാവരെയും അഭിനന്ദിക്കുക, അല്ലെങ്കിൽ ആരെയും അഭിനന്ദിക്കാതിരിക്കുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് ഹിറ്റ്ലർ സ്വീകരിച്ചത്. അതിൽ പിന്നെ അദ്ദേഹം ആരെയും കണ്ട് അഭിനന്ദിച്ചിട്ടില്ല. നാസി ജർമ്മനിക്ക് വേണ്ടി ഒളിമ്പിക്സിനിറങ്ങിയത് 2 ജൂതന്മാരാണ്. ഹെലേൻ മേയറും റൂഡി ബോളും. ഹെലേൻ ഫെൻസിംഗിലും റൂഡി ഹോക്കിയിലുമാണ് മത്സരിച്ചത്. പക്ഷേ ഇവർ 2 പേരും പകുതി ജൂതന്മാർ മാത്രമായിരുന്നു എന്നതാണ് സത്യം. ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഫെൻസർമാരിൽ ഒരാളായിരുന്നു ഹെലേൻ മേയർ. സ്പോർട്സ് ഇല്ലുസ്ട്രേറ്റഡ് മാസികയുടെ നൂറ്റാണ്ടിലെ 100 വനിതാ ഫെൻസർമാരുടെ ലിസ്റ്റിലും മേയർ ഉണ്ട്. പക്ഷേ ഈ ഒളിമ്പിക്സിന് ശേഷം ലോക ജൂത സമൂഹം അവരെ ഒരു വഞ്ചകിയായിട്ടാണ് കരുതിയിരുന്നത്. അതിന് ഒരു കാരണവും ഉണ്ടായിരുന്നു. 1924 വെറും 13ാമത്തെ വയസ്സിലാണ് മേയർ ജർമ്മൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് നേടുന്നത്. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയതോടെ മേയർ ജർമ്മൻ
ജർമ്മനിയുടെ നാഷണൽ ഹീറോ ആയി മാറി. എന്നാൽ 33-ൽ ഹിറ്റ്ലർ അധികാരത്തിൽ വന്നതോടെ അവരുടെ കഷ്ടകാലം തുടങ്ങി. അന്ന് അമേരിക്കയിൽ പഠനത്തിലായിരുന്ന മേയർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗ്രാന്റുകളും ജർമ്മൻ ഫെൻസിംഗ് ക്ലബ് മെമ്പർഷിപ്പും അവർ റദ്ദാക്കി. വൈകാതെ 35-ൽ ജർമ്മൻ പൗരത്വവും നഷ്ടപ്പെട്ടു. അങ്ങനെ തന്റെ കരിയർ അവസാനിച്ചുവെന്ന് ചിന്തിച്ചു തുടങ്ങിയ സമയമാണ് സാക്ഷാൽ ജോസഫ് ഗീബൽസ് തന്നെ ഇടപെട്ട് ഹെലേനെ 36-ലെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നത്. അത് പക്ഷേ അവരോടുള്ള സ്നേഹമോ ബഹുമാനമോ കൊണ്ടായിരുന്നില്ല. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ മുന്നിൽ രാജ്യത്തിന്റെ മുഖം മിനുക്കാൻ വേണ്ടി മാത്രമായിരുന്നു. മേയറുടെ അമ്മ ഒരു ക്രിസ്ത്യാനിയായിരുന്നെങ്കിലും പിതാവായ ജൂത ഡോക്ടർ കാരണം അവരെയും ജൂത വംശജയായിട്ട് തന്നെയാണ് നാസികൾ കണക്കാക്കിയിരുന്നത്. എന്നിട്ടും അവരെ ജർമ്മനിക്ക് വേണ്ടി ഒളിമ്പിക്സിനിറങ്ങാൻ സമ്മതിച്ചത് ഒരു പക്ഷേ അവർക്കൊരു ജർമ്മൻ മാതാവ് ഉള്ളതുകൊണ്ടാകാം. ബെർലിൻ ഒളിമ്പിക്സിൽ ഹെലേൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നാസി ജർമ്മനിക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയ അവർ മെഡൽ വാങ്ങുന്ന സമയം നാസി ചിഹ്നമായ സ്വാസ്തികയും ധരിച്ച് നാസി സല്യൂട്ടും നൽകിയാണ് മടങ്ങിയത്. മത്സരിക്കാൻ സമ്മതിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത്. ജർമ്മനിയിലുള്ള കുടുംബത്തെ ലേബർ ക്യാമ്പിലേക്ക് അയക്കാതിരിക്കാൻ വേണ്ടിയാണെന്നും പറയപ്പെടുന്നു. എന്തായാലും ഹെലേന്റെ ഈ ചെയ്തികൾ അവർക്ക് ചില്ലറ വിമർശനങ്ങളല്ല നേടിക്കൊടുത്തത്. ആ വർഷം തന്നെ നടന്ന വിന്റർ ഒളിമ്പിക്സിലും പിന്നീട് ബെർലിൻ ഒളിമ്പിക്സിലും ജർമ്മനിക്ക് വേണ്ടി ഇറങ്ങിയ മറ്റൊരു ജൂതനാണ് റൂഡി ബോൾ. ജർമ്മൻ നാഷണൽ ഐസ് ഹോക്കി ടീമിന്റെ സ്റ്റാർ പ്ലെയർ ആയിരുന്നു അദ്ദേഹം. 8 തവണ ജർമ്മൻ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ജയിച്ച് 4 തവണ ലോക ചാമ്പ്യൻഷിപ്പിലും 32-ലെ ഒളിമ്പിക്സിലും പങ്കെടുത്ത ടോപ്പ് പ്ലെയർ ആയിരുന്നു റൂഡി. 32-ലെ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ടീമിന് വേണ്ടി 3 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. 1930-ൽ യൂറോപ്പിലെ ഏറ്റവും മികച്ച താരമെന്ന അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ഉണ്ടായിട്ടും ജൂതനായതിന്റെ പേരിൽ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പറഞ്ഞയക്കാൻ തന്നെ ആയിരുന്നു അവരുടെ തീരുമാനം. ഈ വിവരമറിഞ്ഞതും ഉടനെ മറ്റൊരു സ്റ്റാർ പ്ലെയറും റൂഡിയുടെ അടുത്ത സുഹൃത്തുമായ ഗുസ്താവ് യനേക് മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്നറിയിച്ചു. അതിനൊപ്പം മറ്റു ചില ടീം അംഗങ്ങളും കൂടിയതോടെ റൂഡിയെ കളിപ്പിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. ഇഷ്ടമില്ലാതെയാണെങ്കിലും ആദ്യത്തെ ചില മത്സരങ്ങളിൽ പങ്കെടുത്ത റൂഡിക്ക് പിന്നീട് പരിക്ക് കാരണം തുടരാനായില്ല. ഈ പറഞ്ഞ 2 പേരും പകുതി ജൂതന്മാർ ആയത് കൊണ്ട് തന്നെയാണ് അവർക്ക് മത്സരിക്കാൻ കഴിഞ്ഞത്. അത് ഉറപ്പിച്ച് പറയാൻ കാരണം ജൂതനായ ഒരാള് കൂടെ ജർമ്മനിയുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. ഹൈജമ്പിൽ ജർമ്മനിയുടെ അഭിമാനമായി കരുതിയിരുന്ന ഗ്രെറ്റൽ ബെർഗ്മാൻ. 33-ൽ ആര്യൻ ഒള്ളി പോളിസി കാരണം ക്ലബിൽ നിന്ന് പുറത്തായതാണ് ഗ്രെറ്റൽ. ജർമ്മനിയിൽ ഇനി അവസരങ്ങൾ ലഭിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ അവർ അടുത്ത വർഷം UK-യിലേക്ക് കുടിയേറി. അവിടെ വെച്ച് വീണ്ടും പ്രാക്ടീസ് തുടങ്ങി ബ്രിട്ടീഷ് ചാമ്പ്യൻഷിപ്പും നേടിയിരുന്നു. അങ്ങനെ എല്ലാം തിരിച്ചു പിടിച്ചുവെന്ന സന്തോഷത്തിൽ ആ പെൺകുട്ടി ജീവിക്കാൻ തുടങ്ങി. പക്ഷേ കാര്യങ്ങൾ വഷളാകാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വൈകാതെ ജർമ്മനിയിലേക്ക് തിരികെ എത്താൻ അവർക്ക് അറിയിപ്പ് ലഭിച്ചു. 36-ലെ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ വേണ്ടിയായിരുന്നു അത്. ജൂതനായ ഒരാളെങ്കിലും ഇല്ലാത്ത ലിസ്റ്റ് സമർപ്പിച്ചാൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പിന്മാറുമോ എന്ന ഭയത്തിൽ തിരികെ കയറ്റിയതാണ് അവരെ. ഒട്ടും മടിക്കാതെ ഗ്രെറ്റൽ ആ ക്ഷണം നിരസിച്ചു. പക്ഷേ ഉടനെ വന്നു അടുത്ത ഭീഷണി. ജർമ്മനിയിലുള്ള കുടുംബക്കാർ കുറെ കഷ്ടപ്പെടുമെന്നായിരുന്നു അത്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഗ്രെറ്റൽ ജർമ്മനിയിലേക്ക് വണ്ടി കയറി. 1935-ൽ തിരിച്ചെത്തിയ ഗ്രെറ്റൽ ഒളിമ്പിക്സിന് മുന്നോടിയായി വോട്ടംബർഗിൽ വെച്ച് നടത്തിയ 2 ചാമ്പ്യൻഷിപ്പുകളിലും ഒന്നാമതെത്തി. രണ്ടാമത്തെ തവണ ജർമ്മൻ നാഷണൽ റെക്കോർഡായ 1.60 മീറ്റർ ഉയരത്തിലാണ് അവർ ചാടിയത്. പക്ഷേ ഒളിമ്പിക്സിന് തൊട്ട് മുൻപ് അവരെ ഇറക്കുന്നില്ല എന്ന് ജർമ്മനി തീരുമാനിച്ചു. മോശം പെർഫോമൻസിന്റെ പേരിൽ ടീമിൽ നിന്ന് പുറത്താക്കുന്നുവെന്നാണ് അവർക്ക് കിട്ടിയ കത്തിൽ പറഞ്ഞത്. സത്യത്തിൽ ലോകത്തിന് മുന്നിൽ കാണിക്കാനുള്ള ഒരു രൂപം മാത്രമായിരുന്നു ഗ്രെറ്റൽ. അമേരിക്കൻ ഒളിമ്പിക് കമ്മിറ്റി തലവനായ ഏവറി ബ്രാൻഡേജിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ജർമ്മനി വിമർശനങ്ങൾക്ക് തടയിടാൻ വേണ്ടി ഇറക്കിയ ഒരു ടോക്കൺ ജൂ. അമേരിക്ക ഒളിമ്പിക്സിൽ പങ്കെടുക്കും എന്ന് ഉറപ്പായതോടെ ഗ്രെറ്റലിനെ ഒഴിവാക്കിയതാണ് ആ കണ്ടത്. അമേരിക്ക വരുന്നതോടെ പിൻവാങ്ങുമെന്നറിയിച്ച മറ്റു രാജ്യങ്ങളും വരുമെന്ന് ജർമ്മനിക്ക് ഉറപ്പായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ലോബ്ഹൈം എന്ന സ്ഥലത്ത് ഗ്രെറ്റൽ പരിശീലിച്ചിരുന്ന സ്റ്റേഡിയത്തിന്, അതായത് പണ്ട് നാസികൾ അവരെ പുറത്താക്കിയ അതേ സ്റ്റേഡിയത്തിന് ഇന്ന് ഗ്രെറ്റലിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. വിവാദങ്ങൾ ധാരാളം ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാവുന്ന ഒരു ഒളിമ്പിക്സ് ആയിരുന്നു അത്.
അന്ന് ബ്രിട്ടീഷ് ഇന്ത്യക്ക് വേണ്ടി മൂന്നാമത്തെ ഒളിമ്പിക് മെഡലും തേടിയാണ് സാക്ഷാൽ ധ്യാൻചന്ദ് ക്യാപ്റ്റനായ ഇന്ത്യൻ ഫീൽഡ് ഹോക്കി ടീം എത്തിയത്. ഹോക്കിയിലെ മാന്ത്രികൻ എന്ന് ലോകം വാഴ്ത്തുന്ന ധ്യാൻചന്ദിന്റെ പ്രകടനം കണ്ട് അന്ന് ഹിറ്റ്ലർ പോലും അമ്പരന്ന് പോയി. പക്ഷേ പരിശീലന മത്സരത്തിൽ ജർമ്മനിയോട് തോറ്റായിരുന്നു ഇന്ത്യൻ ടീമിന്റെ അരങ്ങേറ്റം. എന്നാൽ ഒളിമ്പിക് മത്സരങ്ങൾ തുടങ്ങിയപ്പോൾ കഥ മാറി. ഹംഗറി, USA, ജപ്പാൻ, ഫ്രാൻസ് എന്നീ ടീമുകളെ ഒരു ഗോള് പോലും വഴങ്ങാതെയാണ് കീഴടക്കിയത്. പക്ഷേ ഫൈനൽ എത്തിയപ്പോൾ അവിടെ ആദ്യം തോൽപ്പിച്ച ജർമ്മനി ആയിരുന്നു എതിരാളി. ജർമ്മനിയുടെ ഹോം ഗ്രൗണ്ടിൽ ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് വരുന്ന കാണികൾക്ക് മുന്നിലാണ് ഫൈനൽ കളിക്കാൻ ഇറങ്ങിയത്. അതും ഇന്ത്യൻ ടീമിനെ പോലെ തന്നെ ഇതുവരെ തോൽക്കാതെ ഫൈനൽ വരെ എത്തിയ, അക്കാലത്ത് ഏറ്റവും അധികം സൗകര്യങ്ങളിൽ പരിശീലിച്ച് മികവ് തെളിയിച്ച ഒരു ടീമിനെതിരെ. സ്വന്തം ഗ്രൗണ്ട് ആയത് കൊണ്ടാകാം തുടക്കം മുതലേ കളി ജർമ്മനിക്ക് അനുകൂലമായിരുന്നു. കനത്ത പ്രതിരോധം തീർത്താണ് ജർമ്മനി 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കാതെ മത്സരിച്ചത്. ഒരു ഗോള് മാത്രം നേടിയ ഇന്ത്യ അന്ന് പരാജയപ്പെടുമെന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചിരുന്നു. എന്നാൽ രണ്ടാം പകുതി തുടങ്ങിയപ്പോൾ കഥ മാറി. ജർമ്മനിക്ക് മേൽ ഇന്ത്യൻ ടീം അക്ഷരാർത്ഥത്തിൽ ആക്രമണം അഴിച്ചുവിട്ടു. അങ്ങനെ തോൽക്കുമെന്ന് കരുതിയ കളി 8-1 എന്ന ഗംഭീര സ്കോർ നേടി ഇന്ത്യ വിജയിച്ചു. ഒളിമ്പിക്സിൽ 3ാമത്തെ സ്വർണവും നേടി. ഈ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഫേമസ് ആയി കേൾക്കുന്ന ഒരു കഥയുണ്ട്. ധ്യാൻചന്ദിന്റെ പ്രകടനം കണ്ട് അമ്പരന്ന ഹിറ്റ്ലർ അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന ധ്യാൻചന്ദ് അങ്ങോട്ട് വരികയാണെങ്കിൽ ഉയർന്ന ജീവിത സാഹചര്യങ്ങളും ജർമ്മൻ ആർമിയിൽ ഒരു കേണൽ സ്ഥാനവും നൽകാമെന്നാണ് ഹിറ്റ്ലർ നൽകിയ വാഗ്ദാനം. പക്ഷേ ധ്യാൻചന്ദ് അത് സ്വീകരിച്ചില്ല. പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് ഒരു മേജർ ആയിട്ടാണ് ധ്യാൻചന്ദ് വിരമിച്ചത്. ജർമ്മനിയിൽ വെച്ച് നടത്തിയ ഒളിമ്പിക്സിലെ മെഡൽ വേട്ടയിലും ജർമ്മൻ പരമാധികാരം തന്നെയാണ് ലോകം കണ്ടത്. 38 സ്വർണമടക്കം മൊത്തം 101 മെഡലുകൾ നാസി ജർമ്മനി സ്വന്തമാക്കി. രണ്ടാമതെത്തിയ അമേരിക്കയ്ക്ക് 24 സ്വർണമടക്കം മൊത്തം 57 മെഡലുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. 1ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിലുള്ള ഈ അന്തരം നാസി സർക്കാരും പത്രങ്ങളും അന്ന് വലിയ ആഘോഷമാക്കി മാറ്റിയിരുന്നു. ലോകത്തിന് മുന്നിൽ ആര്യൻ വംശത്തിന്റെ ശക്തിയും വംശശുദ്ധി ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഫലവും തുറന്നു കാട്ടി എന്നാണ് അവർ അവകാശപ്പെട്ടത്. പക്ഷേ അതായിരുന്നില്ല സത്യം. ഏതൊരു ഒളിമ്പിക്സിലും ഗ്ലാമർ മത്സരങ്ങൾ എന്ന് പറയുന്നത് അതിലെ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളാണ്. ഓട്ടവും ചാട്ടവും റിലേ റേസും അടക്കമുള്ള മത്സരങ്ങൾ. അതിലെ വിജയികൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് ആരോഗ്യവും കായികക്ഷമതയും കൂടുതലായിരിക്കുമെന്നാണ് വിശ്വാസം. പക്ഷേ ഈ ഒളിമ്പിക്സിലെ ഭൂരിഭാഗം ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളിലും വിജയം കൊയ്തത് അമേരിക്കയിൽ നിന്നുള്ള കറുത്ത വർഗക്കാരായ അത്ലീറ്റുകളായിരുന്നു. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന വർഗം എന്നറിയപ്പെടുന്ന ആര്യന്മാരെ അവരെക്കാൾ ഒരുപാട് താഴെയുള്ള കറുത്ത വർഗക്കാർ തോൽപ്പിച്ചു എന്ന തിരിച്ചറിവ് ഹിറ്റ്ലർക്ക് കനത്ത തിരിച്ചടിയായിരുന്നു. 100 മീറ്റർ 200 മീറ്റർ ഓട്ടത്തിലും ലോങ് ജമ്പിലും 400 മീറ്റർ റിലേയിലും ലോക റെക്കോർഡുമായി 4 സ്വർണ്ണ മെഡലും സ്വന്തമാക്കിയ ജെസ്സി ഓവൻസ് ആണ് നാസികളുടെ അഹങ്കാരത്തിന്റെ മുനയൊടിച്ചത്. സ്വർണവും വിജയിച്ച് നെഞ്ചും വിരിച്ചു നിന്ന ഓവൻസിനെയും മറ്റു ആഫ്രിക്കൻ അമേരിക്കൻ അത്ലറ്റുകളെയും കണ്ട നാസി പ്രോപ്പഗണ്ട മിനിസ്റ്റർ ജോസഫ് ഗീബൽസ് തന്റെ ഡയറിയിൽ കുറിച്ചത് ഇങ്ങനെയാണ്: നമ്മൾ ജർമ്മൻകാർ എന്ന് 2 മെഡലുകൾ നേടി, അമേരിക്കൻസ് 3 എണ്ണവും. പക്ഷേ അതിൽ 2ഉം നീഗ്രോസ് ആണ് നേടിയത്. എന്തൊരു അപമാനമാണിത്! വെളുത്ത വർഗക്കാർ ഇത് കണ്ട് ലജ്ജിക്കണം. നാസി ജർമ്മനിയുടെ ശക്തിയും ആര്യൻ വംശത്തിന്റെ ശ്രേഷ്ഠതയും ലോകത്തെ കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുക്കം സ്വന്തം നാട്ടിൽ വന്ന് കറുത്ത വർഗക്കാർ മെഡലുകളും വാരിക്കൂട്ടി പോകുന്നത് കണ്ട നാസികളുടെ സങ്കടം ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. അന്ന് നാസികളുടെ ഈഗോയ്ക്ക് കിട്ടിയ പ്രഹരത്തിന് ആക്കം കൂട്ടാൻ ഹംഗറിയിൽ നിന്നുള്ള 3 ജൂതന്മാർ കൂടെ ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. മാത്രമല്ല വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ റോബർട്ട് ഫെയ്ൻ എന്ന ഓസ്ട്രിയക്കാരനും ഒരു ജൂതനായിരുന്നു. ഇതിനിടെ അമേരിക്കൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ യഥാർത്ഥ മുഖം കാണിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ചെന്ന ഒരു കായിക താരത്തെ പരിക്ക് കാരണമല്ലാതെ മാറ്റി നിർത്തിയിട്ടില്ല. എന്നാൽ ഈ ഒളിമ്പിക്സിൽ അങ്ങനെയൊന്ന് സംഭവിച്ചു. 100 മീറ്റർ റിലേയിൽ മത്സരിക്കുന്ന ടീമിലെ 2 അംഗങ്ങളെ മത്സരത്തിന്റെ തലേന്ന് അവർ പിൻവലിച്ചു. ഉറപ്പായും സ്വർണം നേടുമെന്ന് കരുതിയിരുന്ന മാർട്ടി ഗ്ലിക്മൻ, സാം സ്റ്റോളർ എന്നിവർക്കാണ് അന്ന് ബെഞ്ചിലിരിക്കേണ്ടി വന്നത്. പകരം റിലേ ഓടി ശീലമില്ലാത്ത
ജെസ്സി ഓവൻസും റാൽഫ് മെറ്റ്കാൽഫുമാണ് മത്സരിച്ചത്. മത്സരത്തിൽ ലോക റെക്കോർഡിട്ട് അമേരിക്കൻ ടീം തന്നെ ജയിച്ചു. എന്നാൽ ഒരുപാട് കാലമായി പരിശീലിച്ചിരുന്ന ഗ്ലിക്മനും സ്റ്റോളറും മത്സരിച്ചിരുന്നെങ്കിൽ ഏറെ മികച്ച ടൈമിംഗോടെ ഫിനിഷ് ചെയ്യാനാകുമായിരുന്നു എന്നാണ് ഭൂരിഭാഗം വിദഗ്ധരും വിലയിരുത്തിയത്. പിൻവലിച്ചതിന്റെ കാരണം കൃത്യമായി വിശദീകരിക്കാൻ അമേരിക്കൻ ഒളിമ്പിക് കമ്മിറ്റിക്കായില്ലെങ്കിലും അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. You know what this is all about? We're the only Jews. ഈ രണ്ടുപേരും ജൂത വംശജരായിരുന്നു. ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളിൽ മാത്രമായിരുന്നു ഈ വിവേചനം. പ്രധാന സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഈ ഇവന്റുകൾ കാണാൻ ഹിറ്റ്ലർ വരുന്നത് കൊണ്ടാകാം അത്. കാരണം മറ്റിടങ്ങളിൽ വെച്ച് നടന്ന അമേരിക്കൻ ബേസ്ബോൾ ടീമിന്റെ മത്സരത്തിലും അന്ന് സ്വർണം നേടിയ അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ടീമിലും ജൂതരായ ഓരോരുത്തർ വീതമുണ്ടായിരുന്നു. ജെസ്സി ഓവൻസ് അടക്കമുള്ളവരെ ജർമ്മനിയിലേക്ക് വിടുമ്പോൾ അമേരിക്കൻസും ബാക്കിയുള്ളവരും മനസ്സിൽ ഉറപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ആഫ്രിക്കൻ അമേരിക്കനായ ജെസ്സിയോ മറ്റാരെങ്കിലുമോ മെഡൽ നേടുകയാണെങ്കിൽ ഹിറ്റ്ലർ അവരെ മൈൻഡ് ചെയ്യുകയില്ല എന്നത്. ആ പറഞ്ഞത് സത്യമായി മാറിയെങ്കിലും പൂർണ്ണമായും ശരിയായിരുന്നില്ല. ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ ജെസ്സി പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഒളിമ്പിക്സിനിടെ അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടി ആഹ്ലാദത്തോടെ ഗ്രൗണ്ടിൽ ഓടുന്ന സമയം ഹിറ്റ്ലർ ഇരിക്കുന്ന ഗാലറിയുടെ മുന്നിലൂടെ കടന്നുപോയിരുന്നു. ഈ സമയം അങ്ങോട്ട് നോക്കിയ ജെസ്സി കണ്ടത് ഹിറ്റ്ലർ തന്നെ നോക്കി കൈ വീശുന്നതാണ്. സന്തോഷത്തോടെ ജെസ്സിയും തിരിച്ച് ഹിറ്റ്ലറെ അഭിവാദ്യം ചെയ്തു. അതുമാത്രമല്ല, ജർമ്മനിയിൽ ഒരിടത്ത് വെച്ചും ജെസ്സിക്ക് ഒരു തരത്തിലുള്ള വിവേചനവും നേരിടേണ്ടി വന്നിട്ടില്ല എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലേതുപോലെ ബസ്സിൽ കയറിയാൽ പിൻസീറ്റിലിരിക്കാൻ ആരും പറയില്ല. കറുത്തതായതിന്റെ പേരിൽ അവിടത്തെ ഒരു കടയിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ല. ഒരു ബാറിലും കയറ്റാതെ ഇരുന്നിട്ടില്ല. ഒളിമ്പിക് വില്ലേജിൽ ബാക്കിയുള്ള എല്ലാവർക്കുമൊപ്പം തന്നെ താമസവും ഭക്ഷണവും വിനോദങ്ങളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒളിമ്പിക്സ് കഴിഞ്ഞ് അമേരിക്കയിലെത്തിയപ്പോൾ അതായിരുന്നില്ല അവസ്ഥ. നാഷണൽ ഹീറോവായി തിരിച്ചു വന്നിട്ടും അവിടെ നിന്നുള്ള വിവേചനങ്ങൾ പണ്ടത്തെ പോലെ തന്നെയായിരുന്നു. എന്തിനു പറയുന്നു, ജെസ്സിയെ അഭിനന്ദിക്കാൻ വേണ്ടി ഒരു വലിയ ഹോട്ടലിൽ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ പ്രധാന വാതിൽ വഴി കയറാൻ അദ്ദേഹത്തെ അവർ സമ്മതിച്ചില്ല. ബാക്കി എല്ലാ കറുത്ത വർഗക്കാരെയും പോലെ പിൻവാതിൽ വഴിയാണ് അന്ന് ജെസ്സി തനിക്ക് വേണ്ടി ഒരുക്കിയ വിരുന്നിലേക്ക് എത്തിയത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഒളിമ്പിക്സ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ജെസ്സി പബ്ലിക്കായി വിളിച്ചു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. തന്നെ യഥാർത്ഥത്തിൽ അവഗണിച്ചത് ഹിറ്റ്ലർ ആയിരുന്നില്ല, അത് തന്റെ സ്വന്തം പ്രസിഡന്റായ റൂസ്വെൽറ്റ് ആയിരുന്നു എന്ന്. ഇത്ര വലിയ വിജയം ജെസ്സി നേടിയിട്ടും റൂസ്വെൽറ്റ് അദ്ദേഹത്തെ അഭിനന്ദിച്ച് ഒരു ടെലഗ്രാം പോലും അയച്ചിരുന്നില്ല. ജെസ്സിയെ മാത്രമല്ല, ജെസ്സിക്കൊപ്പം ഉണ്ടായിരുന്ന 18 ആഫ്രിക്കൻ അമേരിക്കൻ താരങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. മാത്രമല്ല, കറുത്ത വർഗക്കാരെ മാറ്റി നിർത്തി ബാക്കി എല്ലാ താരങ്ങളെയും അന്ന് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. കറുത്ത വർഗക്കാർക്ക് യാതൊരു സപ്പോർട്ടോ തുല്യ പരിഗണനയോ നൽകരുത് എന്ന് വാദിക്കുന്ന തെക്കേ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് റൂസ്വെൽറ്റ് അങ്ങനെ ചെയ്തത്. അതായത് ജെസ്സിക്കും കൂട്ടർക്കും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും നാട്ടിൽ നിന്ന് കിട്ടാത്ത വിവേചനം ലോകം കീഴടക്കി വന്നിട്ട് പോലും സ്വന്തം നാട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നു. വർഷങ്ങൾക്ക് ശേഷം ഒബാമയുടെ കാലത്താണ് അന്നത്തെ 18 പേരുടെയും കുടുംബങ്ങളെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ച് അവർക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ നൽകിയത്.